പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് കനത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെയും പാർട്ടി പിടിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മമതാ ബാനർജി. അങ്ങനെ ഒരു നിലപാടിൽ മമതാ ബാനർജി ഉറച്ചു നിൽക്കാൻ ചില കാരണങ്ങളുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കനത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നതിനിടെ കോടിക്കണക്കിന് രൂപ വരുന്ന പാർട്ടി ഫണ്ടും മറ്റ് ആസ്തികളും ആർക്ക് ലഭിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലുണ്ടായ വലിയ പിളർപ്പോടെ പണത്തിനും ആസ്തികൾക്കും അവകാശിയാരെന്ന ചോദ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയും മറ്റ് സംഭാവനകൾ വഴിയും 6 വർഷം കൊണ്ട് 2475 കോടി രൂപയാണ് പാർട്ടിക്ക് വരുമാനമായി കിട്ടിയത്. ഇതിനു പുറമെ കൊൽക്കത്തയിൽ അടക്കം പാർട്ടി ഓഫീസുകളിലും ആസ്തികളുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 2025 ഒക്ടോബർ 13 സമർപ്പിച്ച ആദായ നികുതി റിട്ടേണുകളിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ആകെ 219.3538 കോടി രൂപ വരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം മെയ് 27 പ്രസിദ്ധീകരിച്ച അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ഫോമിൽ 36 പ്രാദേശിക പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന പാർട്ടികളിൽ തെലുങ്ക് ദേശം പാർട്ടിക്ക് ശേഷം 2ാം സ്ഥാനത്താണ് തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം തൃണമൂലിന് 184.08 കോടി രൂപ സംഭാവനയായിട്ട് ലഭിച്ചു. സ്ഥിര നിക്ഷേപങ്ങൾക്ക് പലിശയായി 33.685 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ TMCക്ക് 646.293 കോടി രൂപ ലഭിച്ചിരുന്നു. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ 2019 ഏപ്രിൽ മുതൽ 2024 ജനുവരി വരെ 1609.5 കോടി രൂപയാണ് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കിട്ടിയത്. 2025-26 സാമ്പത്തിക വർഷത്തെ വരുമാന കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പശ്ചിമ ബംഗാളിൽ TMCയുടെ ഭൂരിഭാഗം MLA-മാരും അതായത് 80-ൽ 58 പേരും വിമതപക്ഷത്തേക്ക് മാറിയിട്ടുണ്ട്. ലോക്സഭ രാജ്യസഭ MP-മാർ കൂട്ടത്തോടെ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഔദ്യോഗിക പാർട്ടി വിഭാഗം തങ്ങളാണ് എന്നും പാർട്ടി ഫണ്ടും ഓഫീസുകളും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും വിമത വിഭാഗങ്ങൾ വാദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ മഹാരാഷ്ട്രയിൽ ശിവസേനയിലും NCPയിലും ഉണ്ടായ പിളർപ്പിന് സമാനമായ ഒരു സാഹചര്യമാണ് ബംഗാളിലും ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഭൂരിപക്ഷം തെളിയിച്ച വിമത വിഭാഗങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ പേരും ചിഹ്നവും ഒക്കെ അനുവദിച്ചത്. TMCയിലും ഇത് ആവർത്തിച്ചാൽ മമതാ ബാനർജിക്ക് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് പാർട്ടിയെ എങ്ങനെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി. വരും ദിവസങ്ങളിൽ ബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.